സെയിൽസ് ഫോളോ അപ്പിന് വാട്സപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ വളരെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ വേണം അത് ഉപയോഗിക്കാൻ. ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു പ്രത്യേക നീഡിലുള്ള കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ടാകാം, ഒരുമിച്ച് അങ്ങോട്ട് മെസ്സേജ് അയക്കും. അങ്ങനെ അയക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കുറച്ചുകൂടി അതിനൊന്ന് പ്രിസൈസ്ലി അയക്കാൻ ശ്രമിക്കണം. ഫോർ എക്സാമ്പിൾ, എക്സ് എന്ന് പറയുന്ന ഒരു കസ്റ്റമർ, അയാൾ പ്രത്യേക ചില കാര്യങ്ങൾ നമ്മളോട് മുൻപ് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അയാൾക്കൊരു മെസ്സേജ് അയക്കുമ്പോൾ അയാൾ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ഒന്ന് അഡ്രസ്സ് ചെയ്തിട്ട് ആ ആൾക്ക് മാത്രം ഒരു വോയിസ് കൂടി കൊടുത്താൽ അത് കുറച്ചുകൂടെ പേഴ്സണലൈസ്ഡായി. പിന്നെ നമ്മുടെ CRM-ൽ ഞാൻ മുൻപ് പലതവണ പറഞ്ഞിട്ടുണ്ട്, CRM-ലും എക്സൽ ഷീറ്റിലൊക്കെ മുൻപ് ഫോളോ അപ്പ് ചെയ്തതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും യാതൊരു കട്ടിങ്ങും ഇല്ലാതെ വേണം. അത് നോക്കിയിട്ടാണ് എങ്ങനെയാണ് ഒരു കസ്റ്റമറെ പേഴ്സണലൈസ്ഡ് ആയിട്ട് അപ്രോച്ച് ചെയ്യാമെന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ വാല്യൂ അഡീഷൻ്റെ ഭാഗമായിട്ട് കസ്റ്റമർക്ക് വേണ്ട പ്രോഡക്റ്റിനെ കുറിച്ചുള്ള അവയർനെസ് നൽകുന്ന നമ്മുടെ പോസ്റ്റുകൾ, വീഡിയോസ് എല്ലാം ഫോളോ അപ്പിൻ്റെ ഭാഗമായി വാട്സപ്പിൽ നൽകുമ്പോൾ പേഴ്സണലൈസ്ഡ് അതിൻ്റെ പേരുച്ചരിച്ചുകൊണ്ട് തന്നെ ഉള്ള ഒരു ചെറിയൊരു വോയിസ് കൂടെ കൊടുത്താൽ അത് വളരെ എഫക്റ്റീവ് ആകും എന്നുള്ളതാണ്. ഇതെല്ലാം കസ്റ്റമർക്ക് നമ്മളെക്കുറിച്ചും നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള വാല്യൂ ശരിക്ക് വർദ്ധിപ്പിക്കും. അങ്ങനെ വാല്യൂ വർദ്ധിച്ചു കഴിഞ്ഞാൽ കസ്റ്റമർ ആ വാല്യൂവിൻ്റെതായിട്ടുള്ള പ്രൈസ് തരാൻ തയ്യാറാവും. യാതൊരുവിധ മനഃശാഞ്ചല്യവും ഇല്ലാതെ, യാതൊരുവിധ ആപത്ചിന്തകളും ഇല്ലാതെ മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ വേണം ആ കസ്റ്റമർ നമ്മുടെ പ്രോഡക്റ്റ് പണം തന്ന് വാങ്ങാൻ.